ഹായ് ഗായ്സ്, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടുത്ത കാലത്ത് ട്രെൻഡിങ് ആയിട്ടുന്ന ഒരു സാധനമാണ് ഈ ലാൻഡ്സ്കേപ്പ് വീഡിയോകളൊക്കെ വന്നിട്ട് വെർട്ടിക്കൽ വീഡിയോ ആക്കി ചില ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെയുള്ള വീഡിയോ ഉണ്ടാക്കണം. അതായത് ലാൻഡ്സ്കേപ്പ് വീഡിയോ വന്നിട്ട് വെർട്ടിക്കൽ വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് ഷോർട്ട്കട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട്കട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഷോർട്ട്കട്ട്. ഇനി നമുക്ക് വെർട്ടിക്കൽ വീഡിയോ ആക്കേണ്ട വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്. മുകളിൽ ഓപ്പൺ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ആയി വരും. വീഡിയോ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക, എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കിടക്കുന്ന വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. ഇതാണ് വീഡിയോ. സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഓക്കെ, ഇതാണ് വീഡിയോ. ഇനി എന്ത് ചെയ്യണം? ഈ വീഡിയോ നമുക്കിവിടെ ടൈം ലൈനകത്ത് ആഡ് ചെയ്യണം. കണ്ടില്ലേ, ഇവിടെ ടൈം ലൈനിൻ്റെ അവിടെ ആയിട്ട് ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ വീഡിയോ ടൈം ലൈനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ലൈനകത്ത് വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ വീഡിയോ ആക്കുന്നതിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആദ്യമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെയാണ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. വളരെ എളുപ്പമാണ്. മുകളിൽ സെറ്റിങ്സിനകത്തില്ല, അവിടെ വീഡിയോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്തില്ല. ഇവിടെ നമുക്ക് കുറേ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് നോൺ ബ്രോഡ്കാസ്റ്റിനകത്ത് എന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ HD 30 FPS 60 FPS രണ്ടെണ്ണം കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് നിങ്ങൾക്ക് 30 FPS ആണെങ്കിൽ 30 FPS വെർട്ടിക്കൽ എടുക്കാം. 60 FPS ആണ് വേണ്ടെങ്കിൽ വെർട്ടിക്കൽ HD 60 FPS എന്നുള്ളത് എടുക്കാം. ഓക്കെ, ഇനി ഇതില്ല, അതായത് ഇതല്ല നിങ്ങൾക്ക് വേണ്ടത്. ഈ 1280 ഉണ്ടല്ലോ, അതായത് 720p വെർട്ടിക്കൽ വേർഷനാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഈ കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത്ര കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നെയിം ചോദിച്ചിട്ടുണ്ട്, അതായത് പുതിയതായിട്ട് നമുക്കൊരു പ്രീസെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് കൊടുക്കാം? വെർട്ടിക്കൽ 720 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് റെസൊല്യൂഷനാണ്. അപ്പോൾ 720p വെർട്ടിക്കൽ ആകുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ആദ്യം വരുന്നത് 720 വരുന്നത്, പിന്നെ 1280 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ ആസ്പെക്ട് റേഷ്യോ ആണ്. ആസ്പെക്ട് റേഷ്യോ ഏതായിരിക്കും വരുന്നത്? ഇവിടെ 9 വരും, ഇവിടെ 16 വരും. ഓക്കെ, പിന്നെ ഫ്രെയിം റേറ്റ് ചൂസ് ചെയ്യാനാണ്. ഇപ്പം നിങ്ങളുടെ വീഡിയോയുടെ ഫ്രെയിം റേറ്റ് ഏതാണോ അത് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോയുടെ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് 50 വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും മാറ്റം വരുത്തില്ല, 50 തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, ശേഷം എന്ത് ചെയ്യണം? ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ നമ്മുടെ വീഡിയോ വെർട്ടിക്കലായിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാം വീഡിയോ ചെറുതായിപ്പോയി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വീഡിയോ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന നോക്കാം. എന്ത് ചെയ്യണം? വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം പ്രോപ്പർട്ടീസിനകത്ത് ചെല്ലുക. ഓക്കെ, ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആ 0 മാറ്റിയിട്ട് 90 ഡിഗ്രി ആക്കുക. ഓക്കെ, അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ വീഡിയോ വെർട്ടിക്കൽ വീഡിയോ ആയി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, ഇനി ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. ഓക്കെ, അപ്പോൾ നല്ല കിടിലൻ വെർട്ടിക്കൽ വീഡിയോ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് മിസ്സിംഗ് ആണെങ്കിൽ വ്യൂവിനകത്ത് നിന്ന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അഡ്വാൻസിനകത്ത് ഇല്ല. ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ വേണമെങ്കിൽ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാം. ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യാം, ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കോഡായൊക്കെ സെറ്റ് ചെയ്യാം, ഓഡിയോ അത് കോഡായൊക്കെ സെറ്റ് ചെയ്യാം, പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി സെറ്റ് ചെയ്ത ശേഷം, ഇപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം 60% ക്വാളിറ്റി എടുക്കുകയാണ്. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം? ഇവിടെ എക്സ്പോർട്ട് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ആയി വരും. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ വീഡിയോ സേവ് ചെയ്യുന്നതെന്നുള്ള ഒരു ഫയൽ മാനേജറാണ് ഈ ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് പേര് കൊടുക്കാൻ പോവാണ് വെർട്ടിക്കൽ. ഇപ്പോൾ അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോയുടെ പേര് കൊടുക്കാൻ പോവാണ് വെർട്ടിക്കൽ 720 എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, വെർട്ടിക്കൽ 720. ഓക്കെ, ശേഷം എന്ത് ചെയ്യണം? സേവ് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോ എക്സ്പോർട്ട് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഷോ ഇൻ ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ വെർട്ടിക്കലായിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.